ഓരോ സത്യവിശ്വാസിയുടെയും മേൽ ബാധ്യതയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാതെ ഒരാൾ പോലും പരിപൂർണ സത്യവിശ്വാസിയാവുകയില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ എന്ന്. തൻ്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റു സർവരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ നിന്ന് ഒരാൾ പോലും പരിപൂർണ സത്യവിശ്വാസിയാവുകയില്ല എന്ന് ലോകത്തിൻ്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സത്യവിശ്വാസികളെ. അതുകൊണ്ട് സൃഷ്ടികളിൽ നിന്ന് എല്ലാവരെക്കാളും ആ ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്നേഹിക്കണം. ആ മുത്തായ തങ്ങളിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് സത്യവിശ്വാസികളെ ആ മുത്ത് നബി തങ്ങളുടെ തിരുസുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നത്. അതുപോലെ തന്നെ ആ മുത്ത് നബി തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നതും. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ്, തീർച്ചയായും അല്ലാഹുവും അവൻ്റെ മാലാക്കമാരും ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്നാണ്. ഓ സത്യവിശ്വാസികളെ, നിങ്ങളും ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും വർഷിപ്പിക്കുവിൻ എന്നാണ്. അത് തന്നെയാണ് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മോട് പറഞ്ഞിട്ടുള്ളത്, അക്സിറൂ മിൻ സ്വലാത്തി അലയ്യ എന്ന്. നിങ്ങൾ എൻ്റെ മേലിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കൂ എന്ന്. ആ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവർക്ക് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിടുത്തം രണ്ട് ലോകത്തും ലഭിക്കുന്നതാണ്. മാത്രമല്ല, ഖബറാകുന്ന ഇരുട്ടറ ഏതൊരു മനുഷ്യനെയും ഭീതിപ്പെടുത്തുന്ന അവസ്ഥ, ആ ഖബറിലെ ആദ്യ രാത്രി ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഇന്ന സ്വലാത്ത അലയ്യ നൂറും ഫിൽ ഖബരി. അതേ, ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്വലാത്ത് അവർക്ക് പ്രകാശമായിട്ട് ഖബറിൽ കൂട്ടിനുണ്ടാകുമെന്ന് ലോകത്തിൻ്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സത്യവിശ്വാസികളെ. അതുപോലെ തന്നെ വനൂറും ഫിൽ ഖിയാമ വനൂറും ഫിസ് സിറാത്ത്, സിറാത്ത് പാലത്തിലും ഖിയാമത്ത് നാളിലും അങ്ങനെ എല്ലായിടത്തും ആ സ്വലാത്ത് പ്രകാശമായിട്ട് കൂട്ടിനുണ്ടാകും. ആ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലിയ ബന്ധമുള്ളവരായിരിക്കും. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ആ മുത്തുനബി തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരു ചെറിയ ചരിത്രം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആഖിറത്തിൽ എത്തുന്ന നേരത്ത് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചു, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ അമലുകൾ തൂക്കുന്നു. എല്ലാ അമലുകളും തൂക്കി നോക്കി നന്മയായിട്ട് ഒന്നും തന്നെയില്ല, തിന്മകളാണെങ്കിൽ ധാരാളമുണ്ട്. ആ തിന്മകൾ കാരണം അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കുന്ന നേരത്ത് അദ്ദേഹം അതങ്ങനെ മുന്നോട്ട് നീങ്ങിപ്പോകും. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാൻ അവിടെ അർശിന്റെ ചുവട്ടിൽ
ചുവട്ടിലിരുന്ന് എൻ്റെ ഉമ്മത്തിൻ്റെ സ്ഥിതിഗതികൾ നോക്കി മനസ്സിലാക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാം അടക്കമുള്ള പ്രവാചകന്മാര് പറയുകയാണ്, ഓ മുഹമ്മദ് നബിയേ, നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മെമ്പറെയാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാ ഹബീബായ മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഞാൻ ഉടനെ എണീക്കും, ഞാൻ ഉടനെ ഇറങ്ങി പുറപ്പെടും. ഞാൻ അവിടെ ചെല്ലുന്ന നേരത്ത് മലക്കുകൾ അതാ സജീവമായി അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഹബീബായ ലോകത്തിൻ്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓ അല്ലാഹുവിൻ്റെ മലക്കുകളെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാനൊന്ന് തിരിച്ചറിയട്ടെ അദ്ദേഹം ആരാണ് എന്ന്, എനിക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ അതാ മലക്കുകൾ പറയുകയാണ്, ഞങ്ങളിവിടെ നിൽക്കുകയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ നീ എന്നെ പരാജയപ്പെടുത്തുകയില്ല എന്ന് എനിക്ക് നീ വാക്ക് തന്നിട്ടില്ല അല്ലാ. അപ്പോൾ അതാ അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം വരികയാണ്, ഓ മലക്കുകളെ, നിങ്ങൾ നബിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ നോക്കി മനസ്സിലാക്കുകയാണ്, അദ്ദേഹം അതാ മുത്തുനബി തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച ആളാണ്, മുത്തുനബി തങ്ങളെ മഹബ്ബത്ത് വെച്ച ബഹുമാനിച്ച ആളാണ്. അപ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ ഊരക്കെട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സിം കാർഡിൻ്റെ വെളുപ്പത്തിലുള്ള ഒരു കാർഡ് എടുത്തിട്ടതാ മീസാനിൻ്റെ തുലാസിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അതാ അങ്ങനെ ഹസനാത്തിൻ്റെ തട്ട് അങ്ങനെ കനം തൂങ്ങുകയാണ്. വെപ്രാളപ്പെടുന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, മൻ അൻതല്ലദീ മന്നല്ലാഹു അലയ്യ ബികാ, നിങ്ങൾ ആരാണ്? നിങ്ങളെ എനിക്കറിയില്ലല്ലോ, നിങ്ങൾ കാരണം എനിക്ക് വലിയ ഗുണമാണല്ലോ കിട്ടിയത്. ഞാൻ ആരാണെന്ന് അറിയുമോ? അന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാതിമുൻ നബിയ്യീൻ വശഫീഉൽ മുദ്നിബീൻ. ഞാൻ അല്ലാഹുവിൻ്റെ റസൂലാണ്, അന്ത്യദൂതനാണ്, പാപം ചെയ്തവർക്ക് ശഫാഅത്ത് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതാ അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള ആ നിർദ്ദേശം മാറ്റിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നതാ മറ്റൊരു നിർദ്ദേശം വരികയാണ്, കൊണ്ടുപോകൂ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക്. ഓ സത്യവിശ്വാസികളെ, നാം മുത്തുനബി തങ്ങളെ സ്നേഹിക്കണം. അങ്ങനെ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ ആ ഹബീബായ മുത്തുനബി തങ്ങളുമായിട്ടുള്ള ആത്മീയ ബന്ധം നാം സ്ഥാപിച്ചെടുക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാനെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് തവണ കാണാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. ആ മുത്തുനബി തങ്ങളെ ഒരുപാട് തവണ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു മാഫാക്കി തരണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബ النار آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين. دعاء وصية السلام عليكم ورحمة الله تعالى وبركاته. വേദിയിൽ മാപ്പിളപ്പാട്ടോ മിഖ്ദാദ് ടീമും വേദിയിലെത്തുന്നു. സാദരം ക്ഷണിക്കുന്നു. هل هل حلو هل هل
ഹലോ ഹലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഹ്സനുൽ ഖസസ് എന്ന് പരിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ച യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവചരിത്രം കവി OM കരുവാരക്കുണ്ടിന്റെ കാവ്യഭാവനയിൽ നിന്നും ഇശൽ കുമ്പ് ഇടിച്ചാട്ട് മുറുക്കം. കഥ കൊഞ്ചമറിവിലെ കുഴൽ കൊഞ്ചും സൂലൈഹത്തൻ കാതൽ തടി മുഞ്ചിൽ ഉതിലങ്കി മരുന്തിടും കരുത്തരുണ്ടേ. കാതൽ തടി മുഞ്ചിൽ ഉതിലങ്കി മരുന്തിടും കരുത്തരുണ്ടേ. കഥ കൊഞ്ചമറിവിലെ കുഴൽ കൊഞ്ചും സൂലൈഹത്തൻ കാതൽ തടി മുഞ്ചിൽ ഉതിലങ്കി മരുന്തിടും കരുത്തരുണ്ടേ. കാതൽ തടി മുഞ്ചിൽ ഉതിലങ്കി മരുതിടും കരുത്തരുണ്ടേ. കരുത്തൊട്ട് കഹർലങ്കും ബദിറുത്ത വസിഫാം കസബൊളി തിളങ്ങിടും ബഷറുകളിൽ ഇസ്ഫാം. കുതിരത്തിനതിർപ്പത്തിൽ തെളിന്താടും യൂസുഫാം. തെളിന്താടി മോൾ